ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ 50% ഇറക്കുമതി തീരുവയുടെ ആഘാതം അനുഭവിക്കുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കാൻ സമഗ്ര സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരുന്നതിനുള്ള നടപടികളിലാണ് സർക്കാരെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തീരുവ വിവിധ മേഖലകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിലയിരുത്തുകയാണെന്നും അവർ പറഞ്ഞു. ചെമ്മീൻ, തുകൽ, ചെരുപ്പ്, മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ കയറ്റുമതിയുടെ 20% ഇന്ത്യയുടെ നിലവിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യുഎസിലേക്കായിരുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണെന്നും കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് മുഖ്യമന്ത്രിയും സർക്കാരും കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ കോൺഗ്രസും യു.ഡി.എഫും സമരം തുടരുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതമാണെന്ന് മുതിർന്ന CPM നേതാവ് E.P. ജയരാജൻ. പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിന്റെ പ്രതിച്ഛഭ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ലെന്നും ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ലെന്നും മുൻപ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുവെന്നും E.P. ജയരാജൻ പറഞ്ഞു. പോലീസിനെതിരെ വ്യാപകമായി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് പ്രതിരോധവുമായി E.P. ജയരാജൻ രംഗത്തെത്തിയത്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ഇൻ സമ്മിറ്റ് പരിപാടിയിൽ സംഘാടകരെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. സദസ്സിൽ ആളില്ലാത്തതിനാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതെല്ലാം കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ടെന്നും എന്നാൽ താനിപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടിയിരുന്നതെന്നും ചോദിച്ചു. വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ നടത്തുന്ന സമ്മിറ്റിനിടെയാണ് വിമർശനം. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ക്ഷണമില്ല. വ്യവസായ വകുപ്പ് പാലക്കാട് കഞ്ചിക്കോട് ഫോറം സംഘടിപ്പിക്കുന്ന കിഫ് ഇൻ സമ്മിറ്റ് പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് അതൃപ്തിയെന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ്, MP രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇൻ സമ്മിറ്റിൽ വിളിക്കാത്തതിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി MP V.K. ശ്രീകണ്ഠൻ. പരിപാടിയെപ്പറ്റി തന്നെ അറിയിച്ചില്ലെന്നും വളരെ മോശമായി പോയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. പരിപാടി സംഘടിപ്പിച്ചത് സങ്കുചിത രാഷ്ട്രീയ മനസ്സോടെയാണെന്നും പരിപാടിയിൽ ആളെത്താത്തതോടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞുവെന്നും നാടിന്റെ വികസന വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വിചാരിക്കുന്നില്ലെന്നും MP ചൂണ്ടിക്കാട്ടി. പാലക്കാട് സംഘടിപ്പിച്ച കിഫ് ഇൻ സമ്മിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെയും V.K. ശ്രീകണ്ഠൻ MPയെയും ക്ഷണിക്കാത്തതിൽ വിശദീകരണവുമായി സംഘാടക സമിതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഘടിപ്പിച്ചതിനാലാണ് വിട്ടുപോയതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വിശദീകരിച്ചു. കിഫ് ഇൻ സമ്മിറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നടന്നതെന്നും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി പരിപാടികൾ അടുത്ത മാസങ്ങളിലായി നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശക്തന്റെ തട്ടകത്തിൽ പുലികളിറങ്ങി. താളമേള അകമ്പടിയോടെ അരമണിക്കിലുക്കി ചുവരുവെച്ച പുലികൾ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയതോടെ ആവേശം വാനോളമായി. ഇത്തവണ 9 സംഘങ്ങളിലും ആവേശമാകാൻ കുട്ടിപ്പുലികളുമുണ്ട്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പുലിക്കളി കാണാനെത്തിയത്. തൃശൂർ നഗരത്തെ ആവേശത്തിലാറാടിച്ച പുലിക്കളിയിൽ വിയൂർ യുവജന സംഘം ജേതാക്കളായി. സീതാറാമിൽ ദേശത്തിന് 2ാം സ്ഥാനം, നായ്ക്കനാൽ ദേശം 3ാം സ്ഥാനം നേടി. ടാബ്ലോ, പുലിവണ്ടി, ഹരിതവണ്ടി എന്നിവയിൽ അയ്യന്തോൾ ദേശത്തിനാണ് 1ാം സ്ഥാനം. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര ദേശം, സീതാറാമിൽ ദേശം, ചക്കാമുക്ക് ദേശം, നായ്ക്കനാൽ പുലിക്കളി സമാജം, വിയൂർ യുവജന സംഘം, ശങ്കരൻകുളങ്ങര ദേശം, വെളിയന്നൂർ, പാട്ടുരായ്ക്കൽ എന്നിങ്ങനെ 9 ദേശങ്ങളിൽ നിന്നായി 459 പുലികളാണ് ഇന്നലെ ശക്തന്റെ തട്ടകത്തിറങ്ങിയത്. ഓണ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ പുലിക്കളിയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തൃശൂർ ജില്ലയിലെ 8 പുലിക്കളി സംഘങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സർക്കാർ ഉത്തരവായി. സാമൂഹിക ഐക്യവും പങ്കാളിത്തവും പ്രതിഫലിക്കുന്ന ഈ ജനകീയ കലാരൂപം ആയിരക്കണക്കിന് ആളുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതായി ടൂറിസം മന്ത്രി P. മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കേന്ദ്ര സഹായം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു. സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണവാരാഘോഷം ഇന്ന് സമാപിക്കും. ഇതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര ഇന്ന് വൈകിട്ട് 5-ന് മാനവീയം വീതിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയുടെ വരവറിയിച്ചുകൊണ്ട് 51 കലാകാരന്മാർ മുഴക്കുന്ന ശംഖനാദത്തിന്റെ അകമ്പടിയിൽ വാദ്യോപകരണമായ കൊമ്പ് ടൂറിസം മന്ത്രി P. മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറുന്നതോടെ സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കം കുറിക്കും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് 1:30 ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സരവള്ളംകളി നടക്കും. 51 പള്ളിയോടങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമാകും. വള്ളംകളി പ്രമാണിച്ച് ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി. പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും.
ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണെന്നും എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും തന്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങൾക്കിടയിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും റാപ്പർ വേടൻ പറഞ്ഞു. പീഡന പരാതി വിവാദങ്ങൾക്കിടെ പത്തനംതിട്ട കൊന്നിയിലെ സംഗീത പരിപാടിക്കിടെയായിരുന്നു വേടന്റെ പ്രതികരണം. ബലാത്സംഗ പരാതിയിൽ തൃക്കാക്കര പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കെ വേടന്റെ പ്രതികരണമുണ്ട്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഗുരുതരമായ UDF മുൻ കൺവീനർ PP തങ്കച്ചന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്റർ പിന്തുണ മാറ്റിയതായി രാജഗിരി ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി. പക്ഷേ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെഡിക്കൽ ICUവിൽ തുടരാനാണ് തീരുമാനം. ഡോക്ടർ P. സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ വ്യക്തിക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചതായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ച വക്കീൽ വഴി നോട്ടീസ് അയച്ചെന്നും വിഷയത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനാൽ സെപ്റ്റംബർ 6 മുതൽ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് മന്ത്രി R. ബിന്ദു. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ ദുഃഖം മന്ത്രി രേഖപ്പെടുത്തി. സ്കൂളിൽ പ്രസവിച്ചു കിടന്ന നായ കുട്ടിയെ കടിച്ചു. പനമരം ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നായ കടിച്ചത്. സ്കൂളിൽ ഉപയോഗിക്കാതിരുന്ന വലിയ വാഷ് ബേസിനിലാണ് നായ പ്രസവിച്ചു കിടന്നിരുന്നത്. നായയെ നീക്കം ചെയ്തിരുന്നെങ്കിലും വീണ്ടും സ്കൂൾ വളപ്പിലെത്തുകയായിരുന്നു. ധർമ്മസ്ഥല വ്യാജ വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് മലയാളി യൂട്യൂബർ മനാഫിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ബെൽറ്റാങ്കടിയിലെ SIT ഓഫീസിൽ ഉച്ചയ്ക്ക് 1:15 മനാഫ് എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മനാഫിനോട് SIT ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മനാഫ് എത്തിയത്. T. അഭിഷേക്, ഗിരീഷ് മട്ടന്നവർ എന്നിവരെയും SIT ഇന്നലെ ചോദ്യം ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക 2025 സെപ്റ്റംബർ 2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. കോൺഗ്രസ് പുറത്താക്കിയതോടെ പാർട്ടി വിട്ട് CPMൽ ചേർന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് കോൺഗ്രസ് പുറത്താക്കിയ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസിന്റേതാണ് മലക്കം മറിച്ചിൽ. DCC നേതൃത്വത്തോട് മാപ്പ് പറഞ്ഞാണ് പാർട്ടിയിൽ തിരിച്ചെത്തിയത്. ആലപ്പുഴ DYSP-ആയ MR മധുബാബുവിനെതിരെ കൂടുതൽ ആരോപണവുമായി പരാതിക്കാരനായ പത്തനംതിട്ട സ്വദേശി വിജയൻ ആചാരി. മധുബാബു കൊന്നി CI ആയിരിക്കെ നിരവധി കേസുകളിൽ പെടുത്തിയെന്നും ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും മോഷണ സ്വർണം വാങ്ങിയെന്ന് പറഞ്ഞ് മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചെന്നും വിജയൻ ആചാരി പറഞ്ഞു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണെന്നും വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതൊരു ഏമാനാണെന്നും ആലപ്പുഴ DYSP MR മധുബാബു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് MR മധുബാബു. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണിപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിപ്പുമായി ആലപ്പുഴ DYSP MR മധുബാബു രംഗത്തെത്തിയത്. റിട്ടയർമെന്റിന് ശേഷം ഏമാൻ ഈവന്റ് മാനേജ്മെന്റ് തുടങ്ങുകയാണ് പറ്റിയ പണിയെന്നും മധുബാബു പരിഹസിച്ചു. കോഴിക്കോട് മടവൂരിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാവിൽ നിന്നും പണം തട്ടിയ കേസിൽ യുവതികൾ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. മാവേലിക്കര സ്വദേശി ഗൗരി നന്ദ, പാണഞ്ചേരി സ്വദേശി അൻസിന, ഭർത്താവ് മുഹമ്മദ് അഫീഫ് എന്നിവരാണ് പിടിയിൽ. യുവാവുമായി അടുപ്പം സ്ഥാപിച്ച പണം തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. യുവാവിനെ മടവൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് 1,35,000 രൂപ തട്ടിയെടുത്തത്. കേരളത്തിലെ മലയോര മേഖലകളിൽ പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനത്തിനെതിരെ സംസ്ഥാനത്തെ പെറ്റ് ബോട്ടിൽ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതി ഉത്തരവിന് നേരത്തെ ഏർപ്പെടുത്തിയ സ്റ്റേ തുടരുമെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി വിഭഞ്ചികയുടെയും 1.5 വയസ്സുകാരിയായ മകൾ വൈഭവിയുടെയും കേസിൽ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. കേരള ക്രൈംബ്രാഞ്ച് പോലീസാണ് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. നിലവിൽ UAEയിലാണ് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹൻ. വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നത്. മകളെ യാത്രയയക്കാനായി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തിയ വീട്ടമ്മ ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. കടക്കൽ സ്വദേശി മിനി 42 മരിച്ചത്. ലഗേജ് ട്രെയിനിൽ വെച്ച ശേഷം മകളോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ട്രെയിൻ മുന്നോട്ടെടുത്തപ്പോൾ മിനി വീഴുകയായിരുന്നു. കാണാതായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പുൽപ്പള്ളി ടൗണിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മീനംകുള്ളി കനിഷ്ക നിവാസിൽ കുമാരന്റെ മകൾ കനിഷ്ക 16-നെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് മുതൽ കനിഷ്കയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന്. പുതിയ പാർലമെന്റ് ഭവനത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്.
മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനും മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. ബിജു ജനതാദൾ, BRS എന്നീ കക്ഷികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. NDA പിന്തുണയ്ക്കുന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് YSR കോൺഗ്രസ് അറിയിച്ചിരുന്നു. വൈകിട്ട് 6-ന് വോട്ടെണ്ണൽ തുടങ്ങും. 8 മണിയോടെ ഫലം പ്രഖ്യാപിക്കും. ജമ്മു കശ്മീരിലെ ഗുൽദാർനൻ വനമേഖലയിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ കൂടി സൈന്യം വധിച്ചു. ഇതോടെ ഏറ്റുമുട്ടലിൽ മരിച്ച ഭീകരരുടെ എണ്ണം 2ആയി. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു ജവാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന ഭീകരൻ റഹ്മാനെയാണ് ഏറ്റവും ഒടുവിലായി വധിച്ചത്. നേരത്തെ ഒരു ഭീകരനെ വധിച്ചിരുന്നു. സ്ഥലത്തിപ്പോഴും സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബീഹാറിലെ തീവ്ര വോട്ടർ പരിഷ്കരണത്തിൽ ആധാർ കാർഡിനെ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എന്നാൽ ആധാറിനെ പൗരത്വ രേഖയാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേരളത്തിലടക്കം SIR നടപ്പാക്കണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. AC-യുടെ കംപ്രസർ പൊട്ടിത്തെറിച്ചാണ് ദാരുണ സംഭവം. ദമ്പതികളും മകളുമാണ് മരിച്ചത്. ദമ്പതികളുടെ മകൻ കെട്ടിടത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. സച്ചിൻ കപൂർ, റിങ്കു കപൂർ, മകൾ സുജൻ കപൂർ എന്നിവരാണ് മരിച്ചത്. ഹരിയാനയിലെ ഫരീദാബാദിലാണ് സംഭവം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കെതിരെ അപകീർത്തി നഷ്ടമായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് BJP തെലങ്കാന ഘടകം നൽകിയ അപ്പീലാണ് തള്ളിയത്. അസാമിൽ 3 മുൻ MLA-മാർ കോൺഗ്രസിൽ ചേർന്നു. BJP-യിൽ നിന്ന് 2 MLA-മാരും അസാം ഗണപരിഷത്തിന്റെ ഒരാളുമാണ് കോൺഗ്രസിലെത്തിയത്. ദില്ലിയിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവർക്ക് അംഗത്വം നൽകി. അസാമിൽ കോൺഗ്രസിനെ ജനം അധികാരത്തിലെത്തിക്കുമെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. നവജാത ശിശുക്കളെ തട്ടിയെടുത്ത് വിൽക്കുന്ന വമ്പൻ റാക്കറ്റിനെ പിടികൂടി ഡൽഹി പോലീസ്. ആഗ്ര സ്വദേശിയായ ഡോക്ടർ അടക്കം 10 പേരാണ് പോലീസ് പിടികൂടിയത്. അറസ്റ്റിലായവരിൽ 4 പേർ സ്ത്രീകളാണ്. സംഘം കഴിഞ്ഞ 2 മാസത്തിനിടെ വിൽപ്പന നടത്തിയ 1 വയസ്സിൽ താഴെയുള്ള 5 കുഞ്ഞുങ്ങളെയും പോലീസ് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിന്നും കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിൽപ്പന നടത്തുന്നതായിരുന്നു ഈ റാക്കറ്റിന്റെ രീതി. നേപ്പാളിൽ സമൂഹമാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചു. നേപ്പാളിലെ വാർത്താവിനിമയ കാര്യമന്ത്രി പൃഥ്വി ശുഭഗുരുങ്ങാണ് ഇക്കാര്യം അറിയിച്ചത്. ദേശീയ സുരക്ഷയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെയുള്ള യുവജന പ്രക്ഷോഭം നേപ്പാളിലാകെ കത്തിപ്പടർന്നതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനമെത്തുന്നത്. തലസ്ഥാന നഗരമായ കാഠ്മണ്ഡുവിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിച്ചിരുന്നു. അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്ന മന്ത്രിസഭയുടെ തീരുമാനം. യുവജനത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 19 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വടക്കൻ ജർമ്മിൽ ഓടിരുന്ന ബസ്സിൽ നടന്ന വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് ആക്രമണമുണ്ടായത്. 2 പേരാണ് വെടിയുതിർത്തിയത്. ഇവർ പാലസ്തീൻ വംശജരാണെന്ന് ഇസ്രായേൽ പോലീസ് അറിയിച്ചു. ബസ്സിനുള്ളിലുണ്ടായിരുന്ന ആക്രമികൾ പുറത്തേക്കും ബസ്സിനുള്ളിലും വെടിവെപ്പ് നടത്തിയെന്നാണ് വിവരം. പ്രധാനമന്ത്രി ഫ്രാൻസ്വ ബേറോയെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഫ്രാൻസിലെ MP-മാർ പുറത്താക്കി. 1 വർഷത്തിനിടെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുന്ന 2ാമത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വ ബേറോ. ബജറ്റിൽ വെട്ടിച്ചുരുത്തൽ നിർദ്ദേശിച്ചതാണ് ഫ്രാൻസ്വ ബേറോക്ക് തിരിച്ചടിയായത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോന്റെ രാജിക്കായും സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ അസംബ്ലിയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടതിന് പിന്നാലെ പുതിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഫ്രാൻസ് നേരിടുന്നത്. 194 വോട്ടുകൾക്കെതിരെ 364 വോട്ടുകൾ എന്ന നിലയിലാണ് ഫ്രാൻസ്വ ബേറോ പരാജയപ്പെട്ടത്. US-നോടും പാകിസ്ഥാനോടും ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളിൽ നിന്ന് ഇസ്രായേൽ നേരെ പഠിക്കാനുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ നയവിദഗ്ധൻ സാക്കി ഷാലോം മിസ്ഗാവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സയനിസ്റ്റ് സ്ട്രാറ്റജിയിലെ സീനിയർ ഫെല്ലോ ആയ ഷാലോം ദി ജെറൂസലേം എഴുതിയ ലേഖനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനു ധാരാളം പഠിക്കാനുണ്ടെന്ന പരാമർശമുള്ളത്. സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ നാഷണൽസ് കപ്പിൽ ഇന്ത്യയ്ക്ക് 3ാം സ്ഥാനം. ശക്തരായ ഒമാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യ വെങ്കലം നേടിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 1-1 ആയിരുന്നു. ഫിഫ റാങ്കിങ്ങിൽ 79ാം സ്ഥാനത്തുള്ള ഒമാനെയാണ് 133ാം സ്ഥാനത്തുള്ള ഇന്ത്യ പരാജയപ്പെടുത്തിയത്. UPI വഴി തെരഞ്ഞെടുത്ത കാറ്റഗറിയിലുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മാറ്റം സെപ്റ്റംബർ 15-ന് നിലവിൽ വരും. നികുതി പേയ്മെന്റ്, ഇൻഷുറൻസ് പ്രീമിയം, EMI, ക്യാപിറ്റൽ മാർക്കറ്റ് നിക്ഷേപം തുടങ്ങി പ്രത്യേക കാറ്റഗറിക്കാണ് പരിധി ഉയർത്തിയത്. ഇത്തരം ഇടപാടുകൾക്കായി 24 മണിക്കൂറിനകം UPI വഴി 10 ലക്ഷം രൂപ വരെ കൈമാറാൻ സാധിക്കും. ട്രാവൽ സെക്ടറിലും ഓരോ ഇടപാടിനുമുള്ള പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ ഇപ്പോൾ ഒറ്റയടിക്ക് 5 ലക്ഷം വരെ നടത്താം. ആഭരണം വാങ്ങലുകളിൽ ഒരു ഇടപാടിന് 1 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷമായും പ്രതിദിനം 6 ലക്ഷമായും നേരിയ വർധനവും വരുത്തിയിട്ടുണ്ട്. ബാങ്കിംഗ് സേവനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ഓൺബോർഡിംഗ് വഴിയുള്ള ടേം ഡെപ്പോസിറ്റ് പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. ഒറ്റ ഇടപാടായി 5 ലക്ഷം രൂപ വരെ കൈമാറാം. എന്നാൽ ഒരു ദിവസം മൊത്തത്തിൽ കൈമാറാൻ കഴിയുന്ന തുകയും 5 ലക്ഷമാണ്.
ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമായ അഭിപ്രായ സമന്വയത്തിലെത്തിയതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫിയോങ് ഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷികം സംബന്ധിച്ച സെമിനാറിലാണ് ചൈനീസ് അംബാസിഡറുടെ പ്രഖ്യാപനം. അതിർത്തി തർക്കം പരിഹരിക്കാനായി പ്രത്യേക സമിതി രൂപീകരിച്ചെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സമിതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള പാക്കേജാണ് തയ്യാറാക്കുന്നതെന്നും ഷു ഫിയോങ് പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഊന്നിയുള്ളതല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടോ നടപടികൾ കൊണ്ടോ അല്ല നിർണയിക്കപ്പെടുന്നത്. പരസ്പരം സഹായിക്കുന്ന, ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും ശരിയായ തെരഞ്ഞെടുപ്പ് എന്നും ഷു ഫിയോങ് പറഞ്ഞു. കീവ്, യുക്രൈനിലെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയതിനു പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വൊലോഡിമിർ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രേ യെർമാക്. യുക്രൈനിലെ സർക്കാരിന്റെ ഒരു കെട്ടിട സമുച്ചയം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് റഷ്യ തകർത്തതെന്ന് ആൻഡ്രേ യെർമാക് പറഞ്ഞു. യുക്രൈനുള്ള US സൈനിക സഹായം സംബന്ധിച്ചും സഖ്യകക്ഷികളുമായി ചർച്ചയിലുള്ള യുക്രൈനുള്ള സുരക്ഷാ ഉറപ്പുകൾ, റഷ്യയ്ക്കുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തെന്ന് ആൻഡ്രേ യെർമാക് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 805 ഡ്രോണുകളും 13 മിസൈലുകളും ശ്രദ്ധ തെറ്റിക്കുന്ന വ്യാജ സങ്കേതങ്ങളുമാണ് കഴിഞ്ഞ ദിവസം യുക്രൈനെതിരെ റഷ്യ പ്രയോഗിച്ചത്. ഡ്രോണുകൾ ലക്ഷ്യമിട്ട കീവിലെ പ്രധാന സർക്കാർ മന്ദിരത്തിൽ തീപിടുത്തമുണ്ടായി. ചരിത്രപ്രസിദ്ധമായ പെർസ്കായിലെ സർക്കാർ മന്ദിരമാണ് ആക്രമിക്കപ്പെട്ടത്. സപ്പോറിഷ്യ, ഒഡേസ നഗരങ്ങളിലും വ്യാപക നാശം വിതച്ച ആക്രമണം ഈ യുദ്ധകാലത്തെ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു. പാരീസ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസ്വോ ബൈറു അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായി. 2 പൊതു അവധി ദിനങ്ങൾ റദ്ദാക്കുന്നതുൾപ്പെടെ ചെലവ് ചുരുക്കലിനുള്ള വിവാദ പദ്ധതികൾ മുന്നോട്ടുവെച്ച് ജനരോഷം ക്ഷണിച്ചുവരുത്തിയതാണ് ബൈറുവിന്റെ പുറത്താക്കലിൽ കലാശിച്ചത്. 364 എംപിമാരാണ് ബൈറുവിനെതിരെ വോട്ട് ചെയ്തത്. 194 പേർ അനുകൂലിച്ചു. ഫ്രാൻസിന്റെ കടബാധ്യതയ്ക്ക് പരിഹാരം കാണാനുള്ള 44,000 കോടി യൂറോയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയാണ് ബൈറു 74-ന് വിനയായത്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 9 മാസമേ ആയിട്ടുള്ളൂ. ബൈറുവിന്റെ മുൻഗാമി മിഷേൽ ബാർമിയെ വെറും 3 മാസം മാത്രം പദവിയിലിരുന്ന ശേഷം കഴിഞ്ഞ ഡിസംബറിലെ അവിശ്വാസ വോട്ടെടുപ്പിലാണ് പുറത്തായത്. പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയെ കണ്ട് രാജി സമർപ്പിക്കുമെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മക്രോയ്ക്ക് കീഴിൽ 2 വർഷത്തിനുള്ളിൽ പുറത്താകുന്ന 4ാമത്തെ പ്രധാനമന്ത്രിയാണ് ബൈറു. 2027 വരെയാണ് മക്രോയുടെ ഭരണകാലാവധി. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുന്നതല്ലെങ്കിൽ ഗാസയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഇസ്രയേൽ ഭീഷണി ഉയർത്തി. ബന്ദികളെ മോചിപ്പിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങുകയും ചെയ്യണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിക്കണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. കീഴടങ്ങൽ നിർദ്ദേശം ഹമാസ് നേരത്തെ തള്ളിയിരുന്നു. US പ്രസിഡന്റ് മുന്നോട്ടുവച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ അംഗീകരിച്ചതായും വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ പറഞ്ഞു. ഗാസയ്ക്ക് ഗുണകരമാകുന്ന പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് ട്രംപ് പറഞ്ഞു. അതേസമയം ഗാസ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി. ജനവാസ മേഖലകളിലെ ഇടുങ്ങിയ തെരുവുകളിൽ പഴയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് വീടുകൾ തകർക്കുന്ന രീതി സൈന്യം തുടർന്നു. ഇന്നലത്തെ ആക്രമണങ്ങളിൽ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വ്യവസായ സ്മാർട്ട് സിറ്റി കോൺക്ലേവ് പരിപാടിയുടെ സദസ്സിൽ ആളില്ലാത്തതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും വിപുലമായ പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇങ്ങനെയാണോ പരിപാടി നടത്തേണ്ടത്? നാടിന്റെ വികസനം ജനം അറിയാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അറിയേണ്ടവർ ഇതൊന്നും അറിയാതെ പോവുകയാണ്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇകഴ്ത്തിക്കാട്ടുകയാണ്. മുഖ്യമന്ത്രി വ്യവസായ മേഖലയിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് പറയുകയും ചെയ്തു. നേപ്പാളിലെ ജെൻസി പ്രതിഷേധവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് ഇന്നത്തെ പ്രധാന വാർത്ത. അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹമാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവാക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധത്തിൽ ഇതുവരെ 16 പേർക്ക് ജീവൻ നഷ്ടമായി. അതിനിടെ ജെറുസലേമിൽ വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. നഗരത്തിൽ വർണ്ണവിസ്മയം തീർത്ത് പുലിക്കളി അരങ്ങേറി. അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വടക്കൻ ജെറുസലേമിൽ 2 ആയുധധാരികൾ നടത്തിയ വെടിവയ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു, 6 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ ജെറുസലേമിലെ റാമോത്ത് ജംഗ്ഷനിൽ കാറിലെത്തിയ 2 പേർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നവർക്കെതിരെയും അവിടെയുണ്ടായിരുന്ന ബസ്സിനു നേരെയും വെടിയുതിർക്കുകയായിരുന്നു. അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹമാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നേപ്പാളിൽ നടന്ന പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരിൽ 10ഓളം പേരുടെ നില ഗുരുതരമാണെന്ന് ന്യൂ ബനേശ്വറിൽ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
1 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വരാജ് റൗണ്ട് വീണ്ടും പുലികൾ കൈയടക്കി. ചെണ്ടത്താളത്തിനൊപ്പം അരമണി കിലുക്കി ചുവടുവെച്ച് 9 ദേശങ്ങളിലുള്ള പുലികളാണ് ശക്തന്റെ കട്ടകം കീഴടക്കുന്നത്. 4:30 തെക്കേ ഗോപുരം നടയിൽ വെളിയന്നൂർ പുലിക്കളി സംഘത്തിന് മന്ത്രിമാരും മേയറും ചേർന്ന് ഫ്ളാഗ് ഓഫ് നൽകിയതോടെ പുലിക്കളിക്ക് ഔദ്യോഗിക തുടക്കമായി. കസ്റ്റഡി മർദ്ദിച്ച് സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ ചവറ തെക്ക് ഭാഗത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും മുട്ടയും വടിയും എറിഞ്ഞു. ഉച്ചയോടെയാണ് നടക്കാവ് ജംഗ്ഷനിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രകടനമായി എത്തിയത്. പ്രതിഷേധ സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. കേരള കാഷ്യൂ ബോർഡ് ഘാനയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലെ അഴിമതി അന്വേഷിക്കണമെന്ന ഹർജിയിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ ഡയറക്ടർമാരെ കേൾക്കാൻ ഹൈക്കോടതി. ഇതിനായി കേരള കാഷ്യൂ ബോർഡ് ഡയറക്ടേഴ്സിനെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. അഴിമതി സംബന്ധിച്ച് ഇവർ ചെയർമാന് കത്ത് നൽകിയിരുന്നു എന്ന ഹർജിയിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം നൽകിയത്. ബോർഡ് അംഗങ്ങളായ ശുരനാട് എസ് ശ്രീകുമാർ, ഡോക്ടർ BS സുരൻ എന്നിവരെ കക്ഷി ചേർക്കാനാണ് കോടതി നിർദ്ദേശം. കേരള കാഷ്യൂ ബോർഡ് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതിയുണ്ടെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസിന് രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും അന്വേഷണം നടത്തുന്നില്ല എന്നാരോപിച്ച് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് കോടതി മുമ്പാകെയുള്ളത്. ഹർജിക്കാരന് വിവരങ്ങൾ ലഭിച്ചതെങ്ങനെയെന്ന് കോടതി ആരായി. തോട്ടണ്ടി ക്രമക്കേട് സംബന്ധിച്ച് 2 ഡയറക്ടർമാർ ചെയർമാന് കത്ത് നൽകിയിരുന്നുവെന്നും ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തകളായി വരുന്നുണ്ടെന്നും ഹർജിക്കാരൻ അറിയിച്ചു. സർക്കാരും ബോർഡും ഇടപെടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഡയറക്ടർമാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഡയറക്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരെയും കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഘാനയിൽ നിന്നടക്കം 5000 ടൺ വരെ തോട്ടണ്ടി ഇറക്കാൻ കാഷ്യൂ ബോർഡ് വിദേശ ഏജൻസികൾക്ക് ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ ഗുണമേന്മയില്ലാത്തതും പഴക്കം ചെന്നതുമായ കശുവണ്ടിയാണ് എത്തിച്ചതെന്നാണ് ആരോപണം.